എല്ലാ വീഡിയോയും പോലെ തന്നെ ഈ പ്രാവശ്യവും ഞാൻ ഹെൽത്തി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക ആൻഡ് ഷെയർ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് ഇനിയും വരുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചീരയിലയും മുരിങ്ങയിൽ കൊണ്ടുള്ള ഐറ്റമാണ്. ചീരയില ഉണ്ടാക്കാൻ അറിയാത്തവർക്കും അതോ ഉണ്ടാക്കിയാൽ തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, കുഞ്ഞുമക്കൾക്ക് ചീരയിലയും മുരിങ്ങയിലയും ഒക്കെ ഇലക്കറികൾ എങ്ങനെ കഴിപ്പിക്കണം പ്രതിസന്ധിയിലായിരിക്കുന്ന പാരൻസിനും കൂടിയാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ചീരയിലയും മുരിങ്ങയിലയും ഒന്ന് അരിഞ്ഞിട്ട്, മുരിങ്ങയില അരിയേണ്ട, ചീരയില അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ലെയറായിട്ട് പുട്ടുപൊടിയും ചേർത്തിട്ട് നമ്മൾ ഇതിലിട്ട് പൊടിക്കാൻ വയ്ക്കാം. വെള്ളമൊന്നും ഒട്ടും ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഈ ചീരയുടെ ഇലയുടെ നീര് കൊണ്ട് തന്നെ ഇതെല്ലാം നനയും. എന്നിട്ട് കുറച്ച് ജീരകവും ഉപ്പും ഇട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഒരു 5 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ അതിലെ നനവൊക്കെ കറക്റ്റാവും. അത് കഴിഞ്ഞ് നമ്മൾ പൊടിച്ച് നോക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഉണ്ട പിടിക്കുമ്പോൾ ഉണ്ടയായിട്ടൊന്ന് പൊടിക്കുമ്പോൾ അത് പൊടിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നനവ് കറക്റ്റായെന്ന് പറയാം. അപ്പോൾ നമ്മളിത് ആവിയിൽ നല്ലപോലെ വേവിച്ച് ഇത്തിരി കൂടുതൽ സമയം, ഒരു 5 മിനിറ്റ് കൂടുതൽ സാധാരണ പുട്ടിനേക്കാളും വേവിക്കണം കേട്ടോ, ഇലയൊക്കെ ചേർന്നിട്ടുള്ള. അങ്ങനെ അടിപൊളി പുട്ടാണ്. ഇതിന് ഒരു അരുചിയൊന്നുമില്ല, കയ്പോ ഒന്നുമില്ല. ഇത് സാധാരണ പുട്ടിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പഞ്ചസാര കൂട്ടിയോ പപ്പടം കൂട്ടിയോ കറി കൂട്ടിയോ